നമുക്ക് ഇന്നൊരു കൊറിയർ അൺബോക്സ് ചെയ്താലോ? അങ്ങനെ വെറും കൊറിയർ അല്ലാട്ടോ, ഈ കാണുന്ന മലയും പുഴയും കാടും ഒക്കെ താണ്ടി നാട്ടിൽ നിന്ന് നെതർലൻഡ്സ് എത്തിയ ഒരു സഞ്ചരിക്കുന്ന ബേക്കറി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് നാട്ടിലെ ചക്ക വറുത്തതും കായ വറുത്തതും ഒക്കെ കഴിക്കാൻ ഒരു പൂതി. ആ പൂതിക്കുള്ള മറുപടിയായിരുന്നു നമ്മുടെ രണ്ടുപേരുടെയും പേരൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു കൊറിയർ. നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു കൊറിയർ വന്നാൽ അത് പിന്നെ ഒരു വികാരമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പെട്ടി പൊട്ടിക്കുന്നത്. അച്ചാറും മിക്സ്ചറും ചിപ്സും എല്ലാം എടുത്ത് പുറത്ത് വെച്ചപ്പോ ലിസ്റ്റിലൊന്നും ഇല്ലാത്തൊരു പൊതി. നല്ല കഷ്ടപ്പാടായിരുന്നു ഇത് തുറക്കാൻ. പക്ഷെ തുറന്നപ്പോ കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ. ആറന്മുളക്കണ്ണാടി. കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോ ഞാനും വിഷ്ണുവിന്റെ അമ്മയും കൂടെ ഉണ്ടായ ഒരു 15 മിനിറ്റ് കോൺവെർസേഷൻ ആയിരുന്നു ആറന്മുളക്കണ്ണാടിയെ പറ്റി. അമ്മ അത് ഓർത്ത് വെച്ച് ഇങ്ങനൊരു ഗിഫ്റ്റ് എനിക്ക് തന്നപ്പോ ഞാൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങാമാല, മുല്ലമുട്ടുമാല, അങ്ങനെ ഗംഗയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ആ ഒരു പെട്ടിയിലുണ്ടായിരുന്നു. കൊറിയർ പൊട്ടിച്ച് അകത്തെന്താന്ന് അറിയാനുള്ള ഹരം ഇതെടുത്തു വെക്കാൻ ആർക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ബൈ ദ വേ, നമ്മുടെ ആ പ്ലം കേക്ക് കുറച്ച് പൂത്തു പോയായിരുന്നു കേട്ടോ. ബാക്കി അച്ചാറും മിക്സ്ചറും കായവറുത്തതും ചിപ്സും ഒക്കെ സേഫ് ആയിരുന്നു. വേറെ എന്തൊക്കെ കഴിച്ചാലും നമ്മുടെ ഈ ബേക്കറിക്കൊക്കെ ഉള്ള ഒരു ടേസ്റ്റ്, ആഹാ. റോസ് നിർവൃതി അടഞ്ഞ് നിൽക്കുന്നത് നോക്കൂ. ചില കാര്യങ്ങളൊക്കെ ഈസിലി അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് നല്ല വില തോന്നുന്നു അറിയില്ലേ? അങ്ങനെയാണ് ഈ പലഹാരങ്ങളൊക്കെ. ഒരു ബേക്കറി കടയ്ക്ക് നോക്കുന്ന പോലെ ഇല്ലേ? ഇനി നമുക്ക് എല്ലാരെയും വിളിച്ച് ഒരു ടീ പാർട്ടി അറേഞ്ച് ചെയ്യാം.